എല്ലാവർക്കും ദേവൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. ഞാനിവിടെ 3 സ്പൂൺ അലോവേറ ജെൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഫ്രഷ് അലോവേറ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷേ ഫ്രഷ് അലോവേറ എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഒരു 3-4 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. കാരണം ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഫ്രഷ് അലോവേറ ജെല്ലാണെങ്കിൽ സ്മെല്ല് വരാൻ തുടങ്ങും. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുക. അപ്പോൾ ഞാൻ ദാ ഇവിടെ അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കരിഞ്ജീരകത്തിൻ്റെ എണ്ണയാണ്. ഇത് ഞാൻ അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വില വന്നിട്ട് 200 രൂപയാണ്. വളരെ ചെറിയ അളവിൽ ഈ ഒരു ഓയിൽ എടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു 6 ഡ്രോപ്സ് കരിഞ്ജീരകത്തിൻ്റെ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ക്ലോഗ്ഡ് പോഴ്സിനെ റിഡ്യൂസ് ചെയ്യാനും ഓയിലിനെയൊക്കെ കൺട്രോളും ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ എണ്ണ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജെല്ല് വന്നിട്ട് ഒരു വൈറ്റ് ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഡാബോൻ്റെ റോസ് വാട്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റോസ് വാട്ടറാണിത്. കാരണം അതിനൊരു പ്രത്യേക ഒരു മണമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റോസ് വാട്ടർ. അപ്പോൾ ഞാൻ കുറേശ്ശെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യമേ ഒരുപാട് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ കുറേശ്ശെ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടില്ല എന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് നല്ല ലൂസായിട്ട് ആവാൻ പാടില്ല. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഞാൻ ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ടും ഒരു ടോണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഈ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ടോണറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റോസ് വാട്ടറും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. ഇപ്പം ടോണറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ റോസ് വാട്ടറും കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് റോസ് വാട്ടറും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് റോസ് വാട്ടറും സാധാ വെള്ളവും കൂടി ആഡ് ചെയ്തത് കൊണ്ടാണ് കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം കിട്ടും. ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഈ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇതുപോലത്തെ മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വെളിയിൽ വെച്ചിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു 3 ആഴ്ച വരെ ഇത് നിൽക്കും. അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. കടയിൽ നിന്ന് മേടിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് നല്ലതാണ് നമുക്ക് തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തുള്ള മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഹോം മെയ്ഡ് മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ
എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.